പ്രിൻസിപ്പാളല്ലേ? പ്രിൻസിപ്പാളല്ലേ? അതെ. നിങ്ങളുടെ സ്കൂളത്തെ കുട്ടികളാണ് ഈ അപകടത്തിൽപ്പെട്ടത് അല്ലേ? 4 കുട്ടികളും. വിവരങ്ങൾ, അവരുടെ വിവരങ്ങൾ കിട്ടിയോ? വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഹോസ്പിറ്റലിൽ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എന്താ സംഭവിച്ചെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. ലോറി മറിഞ്ഞു എന്ന് മാത്രമേ അറിയുള്ളൂ. നമ്മൾ ഇവിടെ കുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ. കൂടുതലായിട്ടൊന്നും അറിയില്ല. ഇത് 3 പെൺകുട്ടികളാണെന്ന് പറയുന്നു. ഒരു ആൺകുട്ടിയുണ്ട് എന്നാണ് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ആരെയാണെന്ന് അറിയില്ല. എത്ര മണിക്ക് സ്കൂൾ വിട്ടേ? സ്കൂളിൽ നിന്ന് പരീക്ഷ 3:15 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റിനുള്ളിലാണ് നടന്നിട്ടുള്ളത്. കരിമ്പ സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെ ചേരുന്നുണ്ട്. അവരുടെ സ്കൂളിലെ അധ്യാപകരല്ല, ഞങ്ങൾ കരിമ സ്കൂളിലെ പ്രിൻസിപ്പൽ, പ്രധാന അധ്യാപകൻ ആണ് നമ്മളോട് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ യൂസഫ് പാലക്കൽ നമ്മളോട് ഒപ്പം ചേരുന്നുണ്ട്. കരിമ സ്വദേശിയാണ്. 4 കുട്ടികളാണ് അപകടത്തിൽപ്പെട്ട് വരുന്നത്. 3 പെൺകുട്ടികളാണെന്ന് പറയുന്നത്. എന്താണ് മറ്റ് വിവരങ്ങൾ കിട്ടിയിട്ടുള്ളത് ആശുപത്രിയുമായി ബന്ധപ്പെട്ടത്? അതായത് ഈ പാലക്കാട് നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരുന്ന ഈ ലോറി നിയന്ത്രണം വിട്ട് ഈ റോഡിൻ്റെ അരികിലൂടെ നടന്നു പോകുന്ന 5 കുട്ടികളുണ്ടായിരുന്നു. 5 കുട്ടികളിൽ ഒരു കുട്ടി രക്ഷപ്പെട്ടു. 4 കുട്ടികളെ ഇടിച്ച് ഇതിലേക്ക് താഴത്തേക്ക് റോഡ് വണ്ടിൻ്റെ അടിയിലായിരുന്നു. രക്ഷാപ്രവർത്തകർ വളരെ ശ്രമകരമായിട്ടാണ് ആ 4 കുട്ടികളെ പുറത്തെടുത്തിട്ടുള്ളത്. 3 പേര് തച്ചമ്പാറ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, ഒരാളെ വട്ടമ്പലം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ 4 ആളുടെയും നില പരിതാപകരമാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന റിപ്പോർട്ട്. ഒരു കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുമുണ്ട്. റോഡ് അരികിലൂടെ നടന്നു പോകുന്ന കുട്ടികളെയാണ്. ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന 5 കുട്ടികളാണ്. അതിൽ നിയന്ത്രണം വിട്ട ലോറി ഇടിക്കുകയായിരുന്നു. വിവരം കരിമ്പ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിലെ 4 വിദ്യാർത്ഥികളാണ്, പെൺകുട്ടികളാണ്. ഇതിൽ 3 പേരാണ് പെൺകുട്ടികൾ അപകടത്തിൽപ്പെട്ടത്. 3 പെൺകുട്ടികൾ, ഒരു ആൺകുട്ടിയാണെന്നാണ് ഇപ്പോൾ ഉള്ളൊരു. ആശുപത്രിയിലേക്ക് ആരെങ്കിലും? ആശുപത്രിയിൽ സ്റ്റാഫുണ്ട്. 2 ഹോസ്പിറ്റലായിട്ടാണ് ഉള്ളത്. ഇവിടെയുള്ള തച്ചമ്പാറ അവരെ വിളിച്ചിരുന്നു. ആരോഗ്യനില കൃത്യമായിട്ട് അറിയില്ല. തച്ചമ്പാറ ഹോസ്പിറ്റലിലെ 3 പേരും പോയി എന്നാണ് അറിഞ്ഞത്. തച്ചമ്പാറ ഹോസ്പിറ്റലിലെ 3 പേരും പോയിട്ടുണ്ട്. നമുക്ക് ദാരുണമായ വിവരം തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. ഇപ്പോൾ മരിച്ച 4 വിദ്യാർത്ഥികളും പെൺകുട്ടികളാണ് എന്ന വിവരമാണ് അഷ്കർ അലി പങ്കുവെക്കുന്നത്. അധ്യാപകർ ഉൾപ്പെടെ അത് അറിയുന്നതേ ഉള്ളൂ, അവർക്ക് വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് 4 വിദ്യാർത്ഥികളുടെ മരണം സ്ഥിരീകരിക്കുന്നു. 4 പെൺകുട്ടികളാണ്. തുപ്പനാട് ചെറുള്ളി പ്രദേശത്തുള്ള വിദ്യാർത്ഥികളാണ്. പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഇവർ എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. തെറ്റായ ദിശയിൽ വന്ന ഒരു ലോറിയിൽ നിന്ന് വെട്ടിമാറാൻ ശ്രമിക്കുന്നതിനിടെ അതിൻ്റെ പുറകുവശത്തിടിച്ച് പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു എന്നതാണ്, നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നതാണ്. അഷ്കർ തുടരുന്നുണ്ട്. അഷ്കർ ഇപ്പോൾ 4 വിദ്യാർത്ഥികളുടെ മരണം സ്ഥിരീകരിക്കുന്നു. 4 പേരും പെൺകുട്ടികളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുപ്പനാട് ചെറുള്ളി പ്രദേശത്ത്, അതായത് ഈ അപകടം നടന്നതിന് കുറച്ചപ്പുറത്ത് തന്നെയാണ് ഇവരുടെ വീട് എന്നറിയുന്നു. പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് സ്ഥിരീകരിക്കാനാകുന്നത് അല്ലേ? അഷ്കർ. വിനീത, 4 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിൽ പോലും ഇപ്പോൾ 4 വിദ്യാർത്ഥികളുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. 3 വിദ്യാർത്ഥികളുടെ മൃതദേഹം തച്ചമ്പാറ ഈസാഫ് ആശുപത്രിയിലും 1 വിദ്യാർത്ഥിനിയുടെ മൃതദേഹം മണ്ണാർക്കാട് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിലുമാണുള്ളത്. ഇവിടെയുള്ള ആളുകൾ നൽകുന്ന വിവരമനുസരിച്ച് 4 പേരും വിദ്യാർത്ഥിനികളാണ് എന്നുള്ളതാണ്. ഒരുമിച്ചുണ്ടായിരുന്ന 4 വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് 5ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ മുകളിലേക്കാണ് ഈ ലോറി മാറുന്നത്. അതിൽ 4